ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ പ്രതിഷേധം തുടരുകയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ. ഡൽഹി ITOയിൽ വനിതാ പ്രവർത്തകരാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. തത്സമയ വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം പോലീസ് നടക്കുന്ന ദൃശ്യമാണോ നമ്മളിപ്പോൾ കാണുന്നത്? പറയൂ വിവരങ്ങൾ. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി ITOയിൽ ആം ആദ്മി പാർട്ടി വനിതാ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസിനൊപ്പം പോകാൻ മടി കാണിക്കുന്ന പ്രവർത്തകരെ വലിച്ചിടിച്ച് കൊണ്ടുപോകാനുള്ള പോലീസിൻ്റെ ശ്രമം വിജയിക്കുന്നില്ല എന്നാണ് ദൃശ്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. ബൽറാം നെടുങ്ങാടി ITO സമീപത്ത് തന്നെയുണ്ട്. ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുന്നു. ബൽറാം, ആം ആദ്മി പാർട്ടിക്കാരെന്ന പ്രവർത്തകർ എന്ന് പറഞ്ഞ വനിതാ പ്രവർത്തകരുടെ എണ്ണം കുറവായി ദൃശ്യങ്ങളിൽ തോന്നുന്നു. എന്താണ് യാഥാർത്ഥ്യം? SKN, ഡൽഹിയിൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. വളരെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ് നമുക്ക് ഇവിടെ കാണാം. ഇത് ഡൽഹിയിൽ നിന്നും നോയിഡയിലേക്ക് പോകുന്ന റോഡിന് മുകളിലൂടെ കാൽനട യാത്രക്കാർക്ക് ക്രോസ് ചെയ്യാനുള്ള ഒരു പെഡസ്ട്രിയൻ വേ ആണ്. റോഡിന് മുകളിലുള്ള ഈ ഒരു പാലത്തിന് മുകളിലാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ, സ്ത്രീകളുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് നീക്കുകയാണ്. 2 പ്രതിഷേധക്കാരെ ഇതിനകം തന്നെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കിയിരിക്കുന്നു. മറ്റ് പ്രതിഷേധക്കാർ ഈ പാലത്തിന് മുകളിൽ കിടന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഇവരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇത്തരത്തിൽ നടക്കുന്നത്. സാധാരണ നിലയിൽ ഡൽഹിയിൽ പ്രതിഷേധങ്ങൾ പൊതു റോഡുകളിൽ പതിവുള്ളതല്ല. പ്രതിഷേധത്തിനൊരു വേദി ജന്തർ മന്ദിർ റോഡ് മാറ്റിവെച്ച് അവിടെ മാത്രമാണ് പ്രതിഷേധങ്ങൾ അനുവദിക്കാറുള്ളത്. എന്നാൽ കെജ്രിവാളിൻ്റെ അറസ്റ്റിനെ തുടർന്ന് ഡൽഹിയിലെ എല്ലായിടത്തും തന്നെ പ്രധാന കവലകളിലടക്കം പ്രതിഷേധങ്ങൾ അരങ്ങേറുന്നു. അതിൻ്റെ തുടർച്ചയായാണ് ഇപ്പോൾ ITOയിൽ മേൽപ്പാലത്തിന് മുകളിൽ ആം ആദ്മി പാർട്ടിയുടെ വനിതാ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഇത് അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ്. അതുകൊണ്ട് തന്നെ പോലീസിന് ഇവരെ മാറ്റുന്നതിനുള്ള ഏറെ സമയം എടുത്തിരിക്കുന്നു. വനിതാ പോലീസുകാരെ എത്തിച്ച് ആണ് ഇപ്പോൾ ഈ പ്രതിഷേധിക്കുന്ന സ്ത്രീകളെ ഇതിന് മുകളിൽ നിന്ന് മാറ്റുന്നത്. മേ ബി കെജ്രിവാൾ എന്ന മുദ്രാവാക്യം ഉള്ള 2 ഫ്ലക്സ് ബോർഡുകളും ഈ പ്രവർത്തകർ ഇവിടെ ഉപയോഗിച്ചിരുന്നു. ആ ഫ്ലക്സ് ബോർഡുകൾ ഇപ്പോൾ പോലീസ് നീക്കിയിരിക്കുകയാണ്. 2 പ്രവർത്തകരെ ഇവിടെ നിന്നും ബലം പ്രയോഗിച്ച് മാറ്റി മറ്റ് പ്രവർത്തകരെ ഇപ്പോൾ നീക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് നടന്നു വരുന്നത്. എന്തായാലും കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. പോലീസുകാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധമാണ് ഡൽഹിയിൽ ITOയിൽ ഇപ്പോൾ നടന്നു വരുന്നത്. ITOയിൽ ആം ആദ്മി പാർട്ടിയുടെ വനിതാ പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന ദൃശ്യമാണ് കണ്ടത്. ഓർക്കാപ്പുറത്ത് നടന്ന പ്രതിഷേധമായതുകൊണ്ട് പോലീസുകാർക്ക് ഇപ്പോഴും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്യുന്നത്.